ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാലറി ഇല്ലാതെ, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, സാലറി ഇല്ലാതെ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് ഏത് ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഏത് NBFC ആണ് എന്ന്. അപ്പോൾ ഞാനതൊരു ചെറിയ സർവേ പോലെ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ മനസ്സിൽ ബോധ്യപ്പെട്ടത് ട്രൂ ബാലൻസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, മറ്റ് ഡേറ്റാസ് ഒന്നും വെളിപ്പെടുത്താൻ കഴിയില്ല. ജെറിൻ എന്നൊരു സബ്സ്ക്രൈബറിന് 1,70,75,000 രൂപ ലോൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ സുനിൽ കുമാർ KV, ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 1,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അത് PFും ESIയും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 97,000 രൂപയോളം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ് ട്രൂ ബാലൻസ്. നമ്മുടെ സാധാരണ ക്രെഡിറ്റ് ബി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രൂ ബാലൻസ് തന്നെയാണ് ബെറ്റർ. ക്രെഡിറ്റ് ബി കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രൂ ബാലൻസ് വളരെ ഇൻട്രസ്റ്റ് കുറവാണ്, വളരെ സുതാര്യമാണ് അവരുടെ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അർജൻ്റ്ലി എന്തെങ്കിലും മണിയുടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൂ ബാലൻസ് യൂസ് ചെയ്യാം. ഒരു മിനിമം സിബിൽ സ്കോർ വേണം. സിബിൽ സ്കോർ തീരെ ഇല്ലാതെ ഒരു ആപ്ലിക്കേഷൻ പോലും നിങ്ങൾക്ക് തരില്ല. പിന്നെ സിബിൽ സ്കോർ തീരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ച് അപ്ലൈ ചെയ്യാം. ബ്രാഞ്ച് അപ്ലൈ ചെയ്ത് ചെറിയ എമൗണ്ടേ കിട്ടുകയുള്ളൂ, പക്ഷേ നിങ്ങളുടെ സിബിൽ സ്കോർ കൂടും. 500 രൂപ ആദ്യം കിട്ടും ബ്രാഞ്ചിൽ നിന്നും. സിബിൽ സ്കോർ നിങ്ങൾക്ക് കൂടും. ഏകദേശം ഒരു 475 സിബിൽ സ്കോർ ഉണ്ടെങ്കിലും ആസ് പെർ മൈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ലോൺ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ട്രൂ ബാലൻസ് നിന്നും ബ്രാഞ്ചിൽ നിന്നും എല്ലാം ലോൺ എടുക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ അത് ദയവീത് അടയ്ക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ സിബിൽ തീർച്ചയായിട്ടും തകർന്നു പോകും. ഫ്യൂച്ചറിൽ വളരെ ഇഷ്യൂസ് അതുണ്ടാകും. കാരണം ഇപ്പം നമ്മൾ ആലോചിക്കും, ഇത് മൊബൈൽ വഴി കിട്ടിയതല്ലേ, ഇത്രയും പൈസയല്ലേ, ഇനി അടയ്ക്കേണ്ട, അവരെന്താ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കും. പക്ഷേ വ്യാജ ആപ്പാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ എടുക്കണമെന്നല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയുന്നത്, ജെന്യുവൻ RBI അപ്രൂവ് ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്ത ലോണ് അടയ്ക്കുക, അല്ലെങ്കിൽ ഇഷ്യൂ തന്നെയാകും. നിങ്ങളത് കുറച്ചുകൂടി ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം നമ്മളത് അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു മാരേജൊക്കെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റേതായ ഫിനാൻഷ്യലി നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾ ഒരു വെൽ സെറ്റിൽഡ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളുടെ താല്പര്യം. പക്ഷേ നമുക്കൊരു 25, 28 അങ്ങനെ ഏജ് വരുമ്പോൾ കല്യാണമായി, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കണം, പിന്നെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, വസ്തു മേടിക്കണം, വീട് പുതുക്കി പണിയണം, ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ എന്തെങ്കിലും ആവശ്യം നമുക്ക് ഹ്യൂജ് എമൗണ്ട് കിട്ടിയാലേ പറ്റുകയുള്ളൂ. പക്ഷേ അന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു 500ഉം 1000 രൂപ എടുത്തതിന് കാരണം എന്താ പറയുന്നത്, സിബിൽ സ്കോർ കുറഞ്ഞു പോയി. അന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ എന്തെങ്കിലും ഡ്യൂ വരുന്നെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. കാരണം ട്രൂ ബാലൻസിൽ ഒരുപാട് പേര് എടുത്തിട്ട് അടയ്ക്കാതിരിക്കുന്നുണ്ട്, എടുത്തിട്ട് ഗൾഫിൽ പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആ ട്രൂ ബാലൻസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതിൽ പോയി അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ കാരണം അതല്ല, നമുക്ക് എന്താ പറയുക, അതായത് നമ്മൾ നിന്ന് കൊടുത്തിട്ടാണ് നമ്മളെ ആൾക്കാർ പറ്റിക്കുന്നത്. ഒരുപാട് പറ്റിപ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തും ഒരുപാട് ചീറ്റിംഗ് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഹോൾ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, അതിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. അമിത ലാഭം കണ്ട് എടുത്തു ചാടുന്ന പരിപാടിയെല്ലാം ഫേക്കാണ്. അത് ബിസിനസ് ആയിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ. ഇപ്പോൾ പേഴ്സണൽ ലോൺ എന്ന് ചില ആൾക്കാർ ചില വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്യും. അവിടെ നിന്ന് തിരിച്ച് വിളിച്ചിട്ട് പറയും, സർ ലോൺ 5 ലക്ഷം രൂപ റെഡി ആയിട്ടുണ്ട്, സാർ 5000 രൂപ GST അടയ്ക്കണം. അല്ലെങ്കിൽ സാറിന് ഇത്ര 5 ലക്ഷം രൂപ ഓഫറാണ്, ക്ലിയർ ആയിട്ടുണ്ട്, സാർ ഇത്ര രൂപ നമുക്ക് കെട്ടിവെക്കണം, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ചാർജ് തരണം. അങ്ങനെ ഒരുപാട് ഫേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ നിന്ന് കൊടുക്കരുത്. ഞാൻ 101% ഉറപ്പ് തരാം, നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന ഒരു ലോണും എന്താ പറയുക നിങ്ങൾക്ക് കിട്ടില്ല. അത് നിങ്ങളുടെ ക്യാഷ് പോവും. എനിക്ക് ഒരുപാട് കോളും മെസ്സേജും വരുന്നുണ്ട്, സാറേ എൻ്റെ 5000 രൂപ പോയി, 4000 രൂപ പോയി. കാരണം അവർ വെൽ ട്രെയിൻഡാണ്. നമ്മളെ എങ്ങനെ അവർക്ക് മനസ്സിലാക്കാം, നമ്മളെ അവർ ടോപ്പ് ടു ബോട്ടം നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഉടായിപ്പിന് വരുന്നത്. എനിക്കും ബജാജ് എന്ന് ഒരാൾ വന്നു, അത് എനിക്ക് തോന്നുന്നു ആരുടെയോ ഫോട്ടോ വെച്ച് ഫേക്കായിട്ട് അടിച്ചിരിക്കുന്ന ഐഡൻറ്റി കാർഡാണ്. അപ്പോൾ ആ ഐഡൻറ്റി കാർഡ് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ബജാജ് എന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ആ ബജാജിൽ, എൻ്റെ അടുത്ത് ബജാജ് ഉണ്ട് കലൂർ, അവിടെ പോയി ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ബ്ലോക്ക് ചെയ്ത് പോയി അയാൾ. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റി കാർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ബിസിനസ്, ഇതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുണ്ടായ അനുഭവമാണ്. നമ്മുടെ പക്കൽ വന്ന് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്ത്, അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും നമ്മൾ എത്ര നിന്നാലും എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ വിചാരിക്കും.
അപ്പോൾ നമ്മൾ ആദ്യമേ അവർ പറഞ്ഞ് ട്രെയിൻ ചെയ്ത് ഞാൻ ഇത് തരാം, കാറ് തരാം, എന്താ പറയുന്നത്, നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ചെക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയും. നേരിട്ടാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു 10,000 രൂപ നമ്മൾ കൊടുക്കുന്നു ബിസിനസ്. ഇപ്പോൾ എന്തെങ്കിലും എക്സ്പോർട്ടിംഗ് ആകട്ടെ, ഫിഷ് എക്സ്പോർട്ടിംഗ് ആകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആകട്ടെ. അപ്പോൾ നമ്മൾ ഈ 10,000 രൂപ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ, ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ലാഭം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2,000 രൂപ തരും. അപ്പോൾ നമ്മൾ ഇത് കണ്ട് കൊള്ളാമല്ലോ, 10,000 രൂപയ്ക്ക് 2,000 രൂപ ഒരു 3 ദിവസത്തിലാണ് നമുക്ക് ലാഭം കിട്ടിയത്. നമ്മൾ വീണ്ടും 20,000 രൂപ ഇടും. അവർ 6,000 രൂപ ലാഭം തരും, എന്നിട്ട് മുതലും തരും. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കൊണ്ടൊരു 60,000, 70,000, 1,00,000 ഇങ്ങനെ ഇടിപ്പിച്ച് പിന്നെ അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാകില്ല. അല്ലെങ്കിൽ അവർ പറയും നമ്മൾ നഷ്ടം വന്നു, ലാഭമില്ല, വണ്ടി മറിഞ്ഞു, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരും ഒന്നിലും തല വെച്ച് കൊടുക്കരുത്. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുളം തോണ്ടുന്നത്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരു 45% ആൾക്കാരും ഇങ്ങനെ ചീറ്റിംഗ് ചെയ്താണ് ജീവിക്കുന്നത്. അത് ലോൺ ആപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ. പ്രത്യേകിച്ചും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ലേഡീസിനെയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവനെ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് അവർ വീഴും. മാഡം ഇത് RBI അപ്രൂവ്ഡ് NBFC ആണ്. അത് പല പേരിലാണ്, ഒരു കമ്പനി തന്നെ പല പേരിൽ വന്ന ആൾക്കാരടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട് സാറിൻ്റെ, ആധാർ കാർഡും പാൻ കാർഡും എല്ലാം ഓക്കെയാണ്. അപ്പോൾ സിബിൽ കുറച്ച് കുറവാണ്, അപ്പോൾ സിബിൽ അസൈൻമെൻറ്റ് ഫീ പേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു. ഇദ്ദേഹം ഏകദേശം ഒരു 2,800 അടച്ചു. അപ്പോൾ അവർ താങ്ക്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ റെഡിയാവുമെന്ന്, വൈകിട്ടാവുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു, സാർ ഒരു GST അടയ്ക്കണം, പേ ചെയ്യണം, ഒരു 12,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. 12,000 രൂപയും പുള്ളി അടച്ചു. അവസാനം അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ അടച്ച് തീർന്നതിന് ശേഷമാണ് അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് തിരിച്ചു കിട്ടാൻ വളരെ പാടാണ്, നിങ്ങൾക്ക് എന്താ പറയുക, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ഇങ്ങനെ ഈ കാലത്ത് ആർക്കെങ്കിലും പൈസ ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചായിരുന്നു. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ഒരു ലോൺ പോലും ആരും എടുക്കരുത്. കാരണം ഇങ്ങനെ തുടരെ കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫേക്ക് ആപ്പിൻ്റെ കാര്യം. ഈ ഫേക്ക് ആപ്പിൽ എന്നെ ഇന്നലെയും ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ്, വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ വൈഫിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ലോൺ എടുത്തു, അറിഞ്ഞില്ല. അപ്പോൾ അവർ മോഫ് ചെയ്ത പിക്ചേഴ്സ് അയക്കുന്നുണ്ട്, വൈഫ് സൂയിസൈഡ് ഭീഷണിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്താ പറയുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് എനിക്കത് സംസാരിക്കാൻ പറ്റില്ല. എന്നാലും വാട്സപ്പിൽ ഞാൻ കഴിയേണ്ട പരമാവധി ഞാൻ റെസ്പോണ്ട് ചെയ്തു. പറഞ്ഞു, ഈ ഒരു നൂറ്റാണ്ടിൽ ഇതൊക്കെ വളരെ സിമ്പിളാണ്. 90% ആൾക്കാരും ഫേക്ക് ആപ്പിൽ നിന്നിപ്പോൾ ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1.5-2 ലക്ഷം രൂപയോളം എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഭീഷണി, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞു, അല്ലെങ്കിൽ അറിയാവുന്നവരോട് വിളിച്ചു പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ സപ്പോർട്ടിങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുവിധം സമാധാനമായി. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ഞാനിങ്ങനെ നമ്മുടെ ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്ത് എന്താ പറയുന്നത്, ഇങ്ങനെ ഭീഷണിയൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഈ വളരെ പെട്ടെന്ന് ലോൺ കിട്ടുന്നത്, സിബിൽ കുറവായത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ ആ സെക്കൻഡ് ചാനലാണ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവാം. അപ്പോൾ പറഞ്ഞു വന്നത് 2 കാര്യമേ ഉള്ളൂ. ട്രൂ ബാലൻസ് നിന്ന് ലോൺ എടുക്കാം. അതിൽ സാലറി ഇല്ലാതെ ഒരു 1.5 ലക്ഷം രൂപയോളം മുകളിൽ വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഈ ഫിനാൻഷ്യൽ കേസിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നെങ്കിൽ അത് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. അത് വെറുതെ നിങ്ങൾ എന്താ പറയുന്നത്, ഇരുട്ടിൽ തപ്പരുത്. അത് പിന്നെ പൈസ പോയിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.